മുനമ്പം ഭൂമി വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം വേണമെന്ന് ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെട്ട് സമരസമിതി നേതാക്കൾ. കോട്ടപ്പുറം രൂപത മെത്രാനും ഒന്നിച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നേതാക്കൾ ആവശ്യമുന്നയിച്ചത്. ജനുവരി 4-ന് മുനമ്പത്ത് നടക്കുന്ന സിറ്റിംഗിൽ മുഴുവൻ പരാതിക്കാരെയും നേരിൽ കാണുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ക്രിസ്മസ് ദിനമായ നാളെയും നിരാഹാരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു. അൽ അമീൻ, മുനമ്പം ഭൂമി വിഷയത്തിൽ സമരസമിതി വീണ്ടും സജീവമായി രംഗത്ത് വരികയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗും തെളിവെടുപ്പും മറ്റ് പരാതികൾക്കുമൊക്കെ തുടരുകയാണ്. ഇന്ന് സിറ്റിംഗ് ഇല്ല. ആ പശ്ചാത്തലത്തിലാണ് സമരസമിതി നേതാക്കൾ ഇന്ന് കമ്മീഷൻ അംഗത്തെ CN രാമചന്ദ്രനെ നേരിട്ട് കണ്ട് അവരുടെ ആകുലതകളും പരാതികളും ആവശ്യങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം വേണമെന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം. എന്ന് മാത്രമല്ല, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുകൂടി അവർ കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 1 മണിക്കൂറോളം നേതാക്കളും സമരസമിതി നേതാക്കളും ജുഡീഷ്യൽ കമ്മീഷൻ അംഗവുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 4-ന് കമ്മീഷൻ മുനമ്പത്ത് സിറ്റിംഗ് നടത്തുമെന്ന് CN രാമചന്ദ്രൻ പിന്നീട് അറിയിക്കുകയും ചെയ്തു. അവിടെ എത്തി എല്ലാ പരാതിക്കാരെയും നേരിട്ട് കേട്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ട് പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല നിർവഹിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇന്നിപ്പോൾ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലും സമരസമിതി നേതാക്കളുമാണ് ഇന്ന് CN രാമചന്ദ്രനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളെ അവിടെ സമരം തുടരുകയാണ്. ക്രിസ്മസ് ദിനമായ നാളെയും സമരം തുടരുമെന്നുള്ളതാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. നിരാഹാര സമരം ക്രിസ്മസ് ദിനത്തിലും അവരുടെ ഭൂമികൾ കൈവിട്ടു പോകും എന്നുള്ളൊരു സാഹചര്യത്തിൽ ക്രിസ്മസ് ദിനത്തിലും ആഘോഷ ദിനത്തിലും സമരവുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീരുമാനമാണ് സമരസമിതി കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിലും പരാതിക്കാരെ മുഴുവൻ കേട്ട് പ്രശ്നത്തിന് ഒരു പരിഹാരത്തിന് വേണ്ട ഇടപെടൽ നടത്തുമെന്നുള്ള ഉറപ്പാണ് CN രാമചന്ദ്രനും ഇപ്പോൾ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. സുജയ, ഓക്കെ, അൽ അമീനാണ് വിവരങ്ങൾ നൽകിയത്.